യാഹൂ ഇനി ഞാനിത് ഇതിനുള്ളിൽ എത്തിയിരിക്കുകയാണ്. അതല്ല കേട്ടോ പ്രീമിയം ലോഞ്ച്, ഇതാണ് പ്രീമിയം ലോഞ്ച്. ദിസ് ഈസ് പ്രീമിയം ലോഞ്ച്. ഇതിലേശം 6-3 രണ്ടാമത്തെ പോക്കിരിതാ. അത് വേണ്ട, ആ പോസ് വേണ്ട. ഹലോ, ഹൗ യു? I'm fine, thank you very much. Nice to meet you. Your name? My name's Catherine. Catherine. And this is my son, Max. Hi. യാഹൂ ഇനി ഞാനിത് ഇതിനുള്ളിൽ എത്തിയിരിക്കുകയാണ്, ഫെറിയുടെ ഉള്ളിൽ. സൈക്കിൾ ഇതാ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. മറ്റേ ഫെറിയിൽ പുഡ് ഗാർഡൻ ടു ഡെൻമാർക്ക് ഫെറിയിലൊക്കെ നല്ല ടൈ ചെയ്യുന്ന സാധനമുണ്ട്. ഇത് സാധാരണ കയറായിൽ കാണുന്നു, പ്ലാസ്റ്റിക് കയർ. ഇവിടെ ഒരു ഹൂക്ക് ഉണ്ട്, ആ ഹൂക്കിൻ്റെ മുകളിൽ ഇത് ലോക്ക് ചെയ്ത് വെച്ചു. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് മുകളിൽ പോകുന്നതാണ്. ഇനി തിരിച്ചു വരുമ്പോൾ സാധനം കാണണേ. ബാക്കി സാധനങ്ങൾ ഇവിടെ നിന്നോട്ടെ, ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കാം. എങ്ങനെ ഇനി മുകളിലേക്ക് പോവാ? നമുക്ക് ലിഫ്റ്റ് കയറാം. ഏത് ഫ്ലോറിലേക്കാണ് പോകേണ്ടത്? ക്രൂ ഓൺലി, പാസഞ്ചർ ഡെക്ക് ഇൻഫർമേഷൻ, വെഹിക്കിൾ ഡെക്ക്, പ്ലാറ്റ്ഫോം. ഇപ്പം ഞാൻ ഇതിലുള്ളത് ഫിഫ്ത്ത് ഫ്ലോറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇനി പോകേണ്ടത് വെഹിക്കിൾ ഡെക്ക്. ഞാൻ 5 വെഹിക്കിൾ ഡെക്ക്. നമുക്ക് പാസഞ്ചർ ഡെക്കിലേക്ക് പോവാം. നമുക്ക് നോക്കി വെച്ചേക്കട്ടെ, പിന്നെ മറന്നു. 5, 6, 7, 8. എനിക്ക് ആ ടിക്കറ്റ് കൗണ്ടറിലുള്ള ആള് ഒരു ഇത് തന്നിട്ടുണ്ട്. ഇതാണ് ലോഞ്ച്. ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാനാണ് പറഞ്ഞത്. നോക്കട്ടെ എന്ത് ഫുഡാണ് അവൈലബിൾ. ഇവിടെ ഒരു ലോഞ്ച് കാണുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം തോന്നുന്നു എനിക്ക് കിട്ടിയ ലോഞ്ച്. എൻ്റെത് പ്രീമിയം ലോഞ്ചാണ്. അത് അൺലോക്ക് ചെയ്തിട്ട് ആ പിൻ നമ്പർ അടിച്ചിട്ട് കയറണം എന്നാണ് പറയുന്നത്. ഇവിടെ പിൻ നമ്പർ ഒന്നുമില്ല, നേരെ കയറലാണ്. പ്രീമിയം ലോഞ്ച് താഴെയാണ്. താങ്ക് യു, താങ്ക്സ്. അതല്ല കേട്ടോ പ്രീമിയം ലോഞ്ച്, ഇതാണ് പ്രീമിയം ലോഞ്ച്. ദിസ് ഈസ് പ്രീമിയം ലോഞ്ച്. ഇതിലേശം 6-3 9 2 6 പ്രീമിയം ലോഞ്ച് ആക്സസ് ആയിട്ടുണ്ട്. ടൈം എന്താണ് പ്രീമിയം ലോഞ്ചിൽ നോക്കട്ടെ. കൊള്ളാലോ. This is premium launch. പൊളി. നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇവിടെ എന്തൊക്കെയാ കഴിക്കാനുള്ളത്? ഇവിടെ കഴിക്കാനുള്ള ബ്രൗണീസ്, Milo, nice, coffee, mini, nice. ട്യൂണ ഫിഷിൻ്റെ സാൻഡ്വിച്ച് കൊണ്ട് തന്നിട്ടുണ്ട്.
എന്താ വേണ്ടതെന്ന് ഒന്ന് ചോദിച്ചു. അപ്പം ഞാൻ വന്ന് ഫിഷ് മതിയാണ്. എന്താ അത് പോകാൻ തുടങ്ങിട്ടോ. യാത്ര തുടങ്ങി. ഇനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ. ഈ കാണുന്നതാണ് ഡോവർ. ഞാൻ എത്തിട്ടോ UK-ൽ. അങ്ങനെ UK-ലേക്ക് കാലുകുത്താൻ പോവാണ്. അങ്ങനെ നമ്മളിതാ ഇംഗ്ലണ്ടിലേക്ക് എത്തി. ക്ലൈംബ് കാണുമ്പോൾ നെതർലാൻഡ് ഓർമ്മ വരുന്നു. നെതർലാൻഡ് മതിയായിരുന്നു. ഇവിടെ ഒടുക്കത്തെ ക്ലൈംബാണല്ലോ പഠിച്ചോനെ. അതിനിവിടെ ആകെ 3 ദിവസത്തെ റൈഡേ ഉള്ളൂ, അധികമൊന്നും. നൈസായിട്ട് അങ്ങനെ ഓടിച്ചു പോകും. ഓക്കെ, ഞാൻ താഴെ പോയിട്ട് സൈക്കിളൊക്കെ സെറ്റാക്കട്ടെ. സ്റ്റോപ്പ് ചെയ്ത ഉടനെ വണ്ടി എടുത്ത് വിടണം. ഡോറുണ്ട്. ഇത് ഷിപ്പ് സ്റ്റോപ്പായാൽ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ട് സാധനങ്ങളൊക്കെ സേഫ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആർക്കും വേണമെങ്കിൽ എപ്പം വന്നിട്ട് എന്തും എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്നത്. എൻ്റെ സൈക്കിളിൻ്റെ മുകളിൽ ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തു. പക്ഷെ ഇത് ഓപ്പൺ ആയിട്ടില്ല. ഷിപ്പ് സ്റ്റോപ്പായാൽ മാത്രമേ. നമ്മളിതാ UK-യുടെ മണ്ണിലേക്ക് ഇറങ്ങാൻ പോവാണ്. Entering into UK. Yes. I'm in UK now. ഇതാണ് മക്കളെ UK. ഇവരൊക്കെ വണ്ടിയിലേക്ക് കയറാൻ പോകുന്ന ആൾക്കാരാണ്. കുറേ പോകാനുണ്ട്. വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ പോകണം. ട്രക്കിൻ്റെ റൂട്ടാണ്. വളഞ്ഞു തിരിഞ്ഞ് കുറേ പോകാനുണ്ട്. നമ്മളിതാ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. UK. നല്ല അടിപൊളി മലനിരകൾ ഇന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. 2 ദിവസം റിലാക്സ് ചെയ്ത് കുന്നും മലയും കയറാം. കയറാൻ പോകുന്ന വിളക്ക് ആളിക്കത്തെന്ന് പറയുന്നവര് നമുക്കൊന്ന് ശരിക്കും എൻജോയ് ചെയ്യാം ലാസ്റ്റ് 2-3 ഡേയ്സ്. Surprise आया. Thank you so much. അത് വെച്ചോട്ടെ, അതാളെടുത്തോട്ടെ. താങ്ക് യു.
ഓക്കെ. അപ്പൊ ഞാൻ വന്ന ഫെറിയാണ് കാണുന്നത്. ആ ഫെറിയിൽ നിന്ന് ഇറങ്ങി എന്നെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഷറഫ്കയും അവരുടെ ടീമും എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ ഫാമിലി ഉണ്ട്, മക്കളുണ്ട്. അപ്പൊ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. ഷറഫ്ക, എന്തൊക്കെയാണ്? എന്തായാലും ഒരു ഗംഭീര സ്വീകരണം തന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ഷർഫുദ്ദീൻ. ഇവിടെ എത്ര വർഷമായി? ഞാനൊരു 17-18 വർഷത്തോളായി. 18 വർഷം. നാട്ടിലെവിടെയാ? നാട്ടിലെ എടപ്പാള് അയലക്കാട് എന്ന് പറയും. അപ്പോൾ ഷറഫ്ക്കാണ് നമ്മുടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും, ഒരുവിധമല്ല എല്ലാ കാര്യവും നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഫാമിലി വന്നിട്ട് എല്ലാ കാര്യവും സെറ്റ് ചെയ്ത് തന്ന ഷറഫ്ക്കാണ്. നിങ്ങൾ റെസ്റ്റോറൻറ്റ് റയാൻ റെസ്റ്റോറൻ്റാണ്. ആ, മൂന്നാളും പാർട്ട്നേഴ്സാണ്. യൂസുഫ്. നാട്ടില് പട്ടാമ്പി, കൊപ്പം, കരിങ്ങനാട് പറയും. ഒരു ഷഫീഖ്, കാലിക്കറ്റ്, കുറ്റ്യാടി, അങ്ങനെ പറയാം. യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? യാത്ര ഗംഭീരമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടത്തിലാണ്. ഉണ്ട്, നല്ല സ്പോൺസർ കിട്ടിയാൽ അടുത്ത് തുടങ്ങും. അമേരിക്കയാണ്, നോർത്തും സൗത്തും. അപ്പൊ അതിന്റെ ഇത് കഴിഞ്ഞിട്ട് ഇനി അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങണം. തിരിച്ചു പോകുന്നു. ഞാൻ ജൂലൈ ലാസ്റ്റ് ഒളിമ്പിക്സിന് പോയിട്ട് അവിടുന്ന് തിരിച്ച് ഫ്ലൈ ചെയ്തു. ഫ്രാൻസ് അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ്. എനിക്ക് സ്വിറ്റ്സർലാൻഡ് ഒന്നും കാണണമെന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് റൈഡ് ചെയ്തിട്ട് അവിടുന്ന് ഫ്ലൈ ചെയ്താൽ മതി ഇങ്ങനെ വിചാരിക്കുന്നത്. ഒന്നും ഫിക്സഡ് അല്ല, അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ മാറും. പിന്നെ റയാൻ റെസ്റ്റോറൻറ്റിലേക്ക് വെൽക്കം ചെയ്യാണ്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാ 1-ാം തീയതി വൈകിട്ട് നമുക്ക് അവിടെ ഒരു വലിയൊരു പരിപാടി നയിക്കാം. പിന്നെ അവിടെ അടിപൊളി ഫുഡാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ വരും. സ്പെഷ്യൽ ഐറ്റം. ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും. പിന്നെ ഫാമിലിയൊക്കെ അവിടെ എല്ലാവരും ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ കുറച്ച് മുടിയനുണ്ട്. പിന്നെ അഭിഷേക്. നാട്ടിലെവിടെയാ? വയനാട്ടിലെവിടെ? പനമരം. ഓക്കെ. മാനന്തവാടി, പത്തനംതിട്ട. ഓക്കെ. ഞാൻ ഇന്നലെ എംബസിന്ന് ഒരാളെ കണ്ടിരുന്നു. പുള്ളി നോർത്താണ്. പുള്ളിയുടെ വൈഫ് പത്തനംതിട്ട എന്നാണ്. പുള്ളിക്ക് പത്തനംതിട്ട എന്ന് പറയാൻ കഴിയുന്നു. വേറെന്തോ ഒരു ഇതില്ല പറയുന്നത്. അവർക്ക് അത് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല. ഇതാരാണിത്? ഹായ്. എൻ്റെ മൂത്ത ആളാണ് ഫൈസി. രണ്ടാമത്തെ പോക്കിരി ഇതാ. അത് വേണ്ട, ആ പോസ് വേണ്ട. ഇതാ നമ്മുടെ ഷറഫ് ഖാന്റെ ഫാമിലിയാണ്. അവിടെ നിൽക്ക്. ഹായ്. പേര് വേണം? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ല്. മൂന്ന് പേരല്ലേ നിങ്ങൾക്ക്? ആയിഷ. ഏത് ക്ലാസ്? 6ല്. ഇത് വൈഫ്, ഉമ്മ. ഇവരെന്നെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ലണ്ടനിലേക്ക് വന്നാണ്. ആ പേരും പറഞ്ഞ് ലണ്ടനിലെത്തിയില്ലേ? ഇനി 1 മാസം ഇവിടെ ഉണ്ടാവും. നമ്മൾ ഇനി സൈക്ലിംഗ് അല്ല, ഇനി കാർ എടുത്തിട്ട് നമ്മൾ ചുറ്റാൻ പോവാണ്. 2 ദിവസം കൂടെ ഉള്ളൂ സൈക്ലിംഗ്. അത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് കറങ്ങാൻ പോവാണ്. UK എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ശരി, ഇവർ തിരിച്ചു പോവാണ്. ഞാനിവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യും. നാളെ രാവിലെ ഇനി റൈഡ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ എവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും കാണാതെ ക്യാമ്പ് ചെയ്യണം. മിക്കവാറും ഞാൻ അവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട്, അതിൻ്റെ അടിയിൽ ക്യാമ്പ് ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? അവിടെ ക്യാമ്പ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ക്യാമ്പ് ചെയ്താലോ എന്നും ആലോചിക്കുന്നുണ്ട്. എന്തായാലും രാത്രി ആവട്ടെ. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ പോട്ടോ. ഇങ്ങനെ റിസീവ് ചെയ്യാൻ വന്നവരൊക്കെ അത് പോകുന്ന. ഇപ്പം ഞാനും എൻ്റെ സൈക്കിളും മാത്രം. ഓക്കെ, ബൈ. അപ്പോൾ അവരത് ലണ്ടനിലേക്ക് പോകുന്ന. ഞാൻ 2 days കഴിഞ്ഞിട്ട് ലണ്ടനിലേക്ക് എത്തും.
ഞാൻ എൻ്റെ UK ഫസ്റ്റ് ക്യാമ്പിംഗ് ആണ്. ഫസ്റ്റ് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തി. വേറെ എങ്ങോട്ടും പോയില്ല, നേരെ ഇവിടെ ക്യാമ്പ് ചെയ്തു. പിന്നെ ഇന്നലെ ഒരു വിശേഷം ഉണ്ടായി, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇതാണ് സ്ഥലം കേട്ടോ. ഒരു ടോർച്ചടി എൻ്റെ ടെൻറ്റിൻ്റെ മുകളിലേക്ക്, രണ്ടാളിങ്ങനെ നടന്നു വന്ന് ടെൻറ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് എഴുന്നേക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ ഇത് തുറന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് പോലീസ്, 2 പോലീസാണ്. ആദ്യമായിട്ടാണ് ഞാൻ ടെൻ്റ് അടിച്ചിട്ട് പോലീസ് വരുന്നത്. 2 പോലീസ് വന്നു, എന്നോട് എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ സൈക്കിളൊക്കെ കണ്ടപ്പം അവർ ചോദിച്ചു എന്താണ് പരിപാടിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് വരികയാണ്, സൈക്കിൾ ഓടിച്ച് ഓൾമോസ്റ്റ് 2 ഇയേഴ്സായി, ഇതെൻ്റെ 36ാമത്തെ കൺട്രിയാന്നൊക്കെ പറഞ്ഞു. അവർക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേജും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു, സൈക്കിള്, പിന്നെ എൻ്റെ ലണ്ടനിലെ പോസ്റ്റർ, അങ്ങനെയെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് വിശ്വാസമായി. അവർ പറഞ്ഞു ഓക്കെ സോറി ഉറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അവരെന്നെ തിരിച്ച് ടെൻറ്റിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അടിപൊളി. ഞാനിതാ ഒന്ന് പേടിച്ചു, അവർ വിളിച്ചപ്പം പേടിച്ചു, പക്ഷെ അവർ സംസാരിച്ചപ്പം വളരെ കൂളായിരുന്നു. UK പോലീസ്. അവർ എന്നോട് പറഞ്ഞു സോറി ഉറങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പോയി നല്ല റെസ്റ്റ് എടുത്തോളാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനിതാ എഴുന്നേറ്റ് റെഡി ആവാൻ പോവാണ്. ഇതാ കാണുന്നതാണ് ഫെറി. ഞാൻ ഇന്നലെ വന്നിറങ്ങിയത് അവിടെ ഉള്ള ആ ഫെറിയിലല്ല, ഇതുപോലെ ഒരുപാട് സർവീസ് ഉണ്ട്, അതിലൊരു സർവീസിലാണ് ഇന്നലെ വന്നിറങ്ങിയത്. അപ്പോൾ ഇനി ഞാനിതാ ലണ്ടനിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ പോവാണ്. നല്ല തണുപ്പുണ്ട്, അടിപൊളി തണുപ്പാണ്. ഈ ഷെൽട്ടറിൻ്റെ ഉള്ളിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. ഇവിടെ ആകുമ്പോൾ മഴ കൊള്ളണ്ടല്ലോ എന്ന് വെച്ചിട്ട്. കടലിനോട് ചേർന്ന്, കടൽ തിരമാലകളുടെ ഇങ്ങനെ, തിരമാല എന്ന് പറയാനില്ല പക്ഷെ സൗണ്ട് ഉണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ കിടന്നുറങ്ങി. ഇതാണ് സ്ഥലം, ഈ ഷെൽട്ടർ. ഡോവർ ബീച്ചാണിത്. ഞാനിതാ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 2 വഴി കാണിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു വഴിയേ കാണിക്കുന്നുള്ളൂ. ഏതായാലും ഈ വഴിക്ക് എങ്ങനെ പോവാം. ഓക്കെ, ഇപ്പോൾ ഒരു വഴിയേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ കൂടിയ ഇതുള്ള വഴിയാണ് കാണിക്കുന്നത്, മറ്റേ വഴി കാണിക്കുന്നില്ല. ആരോടെയും ചോദിച്ചു നോക്കെ, ഏതായാലും സൈക്ലിസ്റ്റുകളെ കിട്ടിയാൽ നല്ലതായിരുന്നു. ഏത് റൂട്ട് എടുക്കണം എന്ന് അവർ കറക്റ്റ് പറഞ്ഞുതരും. ഇങ്ങനെ ഒരു ക്ലൈംബോർഡ് കൂടി റൈഡ് ആരംഭിച്ചിരിക്കുകയാണ്. ക്ലൈംബ് കയറി ഇങ്ങനെ കുന്നും മലകളും, ഇനി നല്ല ഗ്രീനറി, ഇങ്ങനത്തെ ഗ്രീനറി ആയിരിക്കും. കയറി ഇറങ്ങി അടിപൊളിയായിട്ട് പോവാ. ഇതാ അവിടെ കണ്ടോ, അതൊക്കെ ഫെറിയാണ്, ഷിപ്പാണ് തോന്നുന്നത്. ഫെറി അതാ അപ്പുറം, ആ കാണുന്നത് ഫെറി. ഈ കാണുന്നത് ഷിപ്പാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ഫെറി ഷിപ്പും തമ്മിൽ എന്താ വ്യത്യാസം. ഫെറിയിൽ വാഹനങ്ങളൊക്കെ കയറ്റും, അതുകൊണ്ടായിരിക്കാം ഫെറി എന്ന് പറയുന്നത്. ഷിപ്പിൽ വാഹനങ്ങൾ കയറ്റാൻ മതി, പക്ഷേ ട്രക്കൊന്നും കയറ്റുന്നതായിട്ട് അറിയില്ല. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പൊങ്കാലിടണ്ട, അറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കമൻറ്റ് കേട്ടോ. ഇവിടെ ഒരു അമ്മയും മോനും കൂടി വണ്ടിയിൽ നിന്ന് മരം ഇങ്ങനെ ഇറക്കുന്നുണ്ടായിരുന്നു. അവർക്ക് പറ്റുന്നില്ല. മകൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സൈക്കിൾ നിർത്തി. ഞാൻ അങ്ങോട്ട് പോകേണ്ട ഞാൻ യൂ-ടേൺ എടുത്ത് വന്നിട്ട് ചോദിച്ചു ഹെൽപ്പ് വേണമെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി മരം ഇറക്കിയിട്ടുണ്ട്. 2 ഞാൻ ഇറക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓരോ ഓൾറെഡി ഇറക്കിയതാണ്. 2 മാത്രം. ഇവർ ലണ്ടനിൽ കട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ഈ മരം. ഹായ്. Hello. Hello, how are you? I'm fine, thank you very much. Nice to meet you.
Your name? My name's Catherine, Catherine. and this is my son Max. Hi. In the experience in the UK. Yes, Yeah. as you say, because we're in Dover. I'm so excited because last Netherlands, Belgium pretty flat. Yes. Now it's totally hilly. Yes. I'm going to Yes. experience this. It's anyway nice weather today. Usually it's raining, right here? This is quite. In some senses, this is nice. It's relatively cool. So Ah, cool. when you're working, it's quite nice. And as you say, yeah, we do get a lot of rain, and recently we've had it. So you are very lucky that you've got here and it's not raining. This week I think better weather. It's getting better over the weekend. Yeah, it's getting sunnier. What's the name of this village? This is called Aycliffe. Bedcliffe. And we're just outside Dover, so as you say, you've obviously presumably come in on the ferry. Yeah, ferry. Yes. Yeah, you Yesterday. just came up the hill and you've come to. Yesterday come to us. evening I reached Dover. I camped there. Yesterday Yeah. night police came and asking where are you from. I What are you doing? Yeah, they are impressed. They said okay, you take rest and. Yeah, I thought and then carry on, yeah. I thought it will be a problem, but they were very friendly and they told me, okay, you take rest and Yeah. you can do it tomorrow. As you say, you This come one- along and they normally try and just move you on, as you say, rather than find you if they can. Okay, this is your house? We live on the end one, And one, yeah, that one. and as you say, you very kindly helped us to unload some wood. So, what kind of wood? What's the name of this wood? This is oak, Oak. Ah, oak. If it's so it was a fallen tree. foreign, Because obviously, you know, you can either fell the trees or this one fell over in the wind. yeah, And wind. Okay, the okay, person who owned the property where it was wanted to get rid of it, so we went and Okay. picked it up. okay, okay. Anyway, nice to meet you. Thank you very much. Okay, bye bye. Yes, thank you. Bye. Bye. Hi. Okay, bye. Thank you for your help. ഞാനിപ്പോൾ വന്ന വഴിക്ക് തിരിച്ചു പോവാണ്. അവർ പറഞ്ഞു ഈ റൂട്ടിനെക്കാട്ടും ബെസ്റ്റ് ആ റൂട്ടാണ്. ബെസ്റ്റ് മീൻസ് കമ്പാരിറ്റീവ്ലി അതാ നല്ലത്. ഇത് ഭയങ്കര കയറ്റവും ഭയങ്കര ഇറക്കമുള്ള റൂട്ടാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു കാൻബറി വഴി പോവുകയാണെങ്കിൽ അധികം ഉണ്ട്, കയറ്റം എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഫോർ സൈക്കിൾ അതായിരിക്കും നല്ലത് എന്ന് അവർ പറഞ്ഞു. അവരവരുടെ മകനോട്, വേറൊരു മോനുണ്ട് ഉള്ളിൽ, അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ ആ റൂട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ തിരിച്ച് ഇതാ വന്ന വഴി തിരിച്ച് പോവുകയാണ്. ഇതാ UK കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, UK വില്ലേജ് കാഴ്ചകൾ. ബ്രേക്ക് അടിയന്തരമായിട്ട് ശരിയാക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ പിടിച്ച അവിടെ പോയി നിൽക്കുന്നത്. ഇനി നല്ല ഇറക്കമൊക്കെ വരുന്നതാണ്, ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എവിടെയെങ്കിലും ഇരുന്നിട്ട്. എന്താ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ തിരിഞ്ഞു പോയതാ അവരോട്. അതിൻ്റെ ഓപ്പണിങ് ബാക്കോട്ടാ. വന്ന വഴി വീണ്ടും ബാക്കോട്ട്. പിന്നെ ഇറക്കമായതുകൊണ്ട് ഇതൊക്കെ ചവിട്ടി കയറ്റിയതാണ്. ഇപ്പം ഇനി ഇറങ്ങി പോവുകയാണ്. ഇറക്കമായതുകൊണ്ട് ഇനി ഇരുന്ന് കൊടുത്താൽ മതി അടുത്ത കയറ്റം കയറുന്നവരെ. ഈ കാണുന്നത് ഡോവറിലൊരു മാർക്കറ്റ് ടൗണാണ്, ചെറിയൊരു മാർക്കറ്റാണ്. ഇവിടെ ഒരു കാസിൽ കാണുന്നുണ്ട്, ഇതൊക്കെ പഴയ ബിൽഡിംഗ് ആണ്. അതിൻ്റെ മുകളിലായിട്ട് ഒരു കാസിൽ കാണുന്നുണ്ട്. ഇവിടെ UK അതാ ഇപ്പോഴും കോയിൻ ബൂത്തൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇതെന്താ സംഭവം? പഴയൊരു കോട്ട പോലത്തെ ഒരു വീടാണല്ലോ. യെസ്, ഇത് വർക്കിംഗ് ആട്ടാ. ടു കോൾ ലിഫ്റ്റ് ഹാൻഡ്സ് വർക്കിംഗ് ആണ്. ഫുള്ള് ചലന്തി വലയും കാര്യങ്ങളൊക്കെയാണ്. ആരും ഇങ്ങോട്ട് കയറലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കോയിൻ എവിടെ? അല്ല, കോയിൻ ഇവിടെ. പിന്നെ ഇതെന്തിനാ? ഇത് കോയിനൊക്കെ കളക്ട് ചെയ്യുന്നതില്ലാന്ന് തോന്നുന്നു. പ്ലീസ് ബി പ്രിപ്പയർഡ് ടു യൂസ് 4 coins.
പോസ്റ്റ് വണ്ടി അതാ റോയൽ മെയിൽ. പോസ്റ്റ് ബോക്സ് അപ്പുറത്ത് കാണുന്ന ഒരു ചെറിയൊരു തപാൽ പെട്ടി. യൂറോപ്പിലൊക്കെ ഒരു യെല്ലോ ആയതുണ്ടാവില്ല, യെല്ലോ ബ്ലൂ ഒക്കെ. കയറ്റം കയറി വരുന്ന നോക്കി ഞാൻ ഉന്തി കയറ്റി വരിക. ഉന്തല്ലാതെ ഒരു രക്ഷയില്ല, ഉന്താതെ ഇങ്ങോട്ട് എത്തത്തില്ല. മുകളിൽ ഫോട്ടോ ആണ് കാണുന്നത്. പോലീസ് വണ്ടി അതാ, പോലീസ്. ഇതാണ് പോലീസ് വണ്ടി. കണ്ടാ എന്ത് അടിപൊളി കാഴ്ചകളാ. ഉന്തി കയറിയാലെന്താ, ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാമല്ലോ.